നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കോട്ടയത്തും ലുലു മാൾ വന്നട മാധ്യമങ്ങളൊക്കെ ആഘോഷത്തിമിർപ്പിലാണ്. പക്ഷെ പലരും പലതും മറന്നുപോകുന്നു. കോട്ടയത്തുകാരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഒരു മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത്. നിരത്തിലൂടെ കടലുകുറിച്ച് നടക്കാറുള്ള കോട്ടയംകാർക്ക് രാത്രികളിൽ ആഘോഷിക്കാനും ഒത്തുചേരാനും ലോകോത്തരമായ ഒരിടം കിട്ടിയിരിക്കുന്നു. അതാണ് ലുലു മാൾ. എല്ലാ വഴികളും റോമിലേക്കെന്ന് പറയുന്നത് പോലെയാണ് എല്ലാ റോഡുകളും ഇപ്പോൾ ലുലു മാളിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് ചില മാധ്യമങ്ങൾ ലുലു മാളിനെ കോട്ടയത്ത് വിശേഷിപ്പിക്കുന്നത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടമായി ഒരൊറ്റ ദിവസം കൊണ്ട് മണിപ്പുഴയിലെ ലുലു മാൾ മാറിയെന്ന കണ്ടുപിടുത്തം. 1,00,000 പേർ ലുലു മാളിലെത്തി എന്ന വിജയഭേരിയാണ് ചില മാധ്യമങ്ങൾ മുഴക്കുന്നത്. ഞായറാഴ്ച ഒരൊറ്റ ദിവസം ലുലു മാളിലെത്തിയത് 1,00,000 പേർ കോട്ടയത്ത്. എന്നാൽ ഇതിനു പിന്നിൽ ഒത്തിരി കണ്ണീരുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. വികസനമൊക്കെ നല്ലതാണ്. എന്നാൽ ലുലു മാൾ കേരളമാകെ നിറയുന്നത് യഥാർത്ഥത്തിൽ വികസനമാണോ? യൂസഫ് അലിയെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ വിമർശിച്ചാൽ അവർക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കേസ് കൊടുക്കുകയാണ് യൂസഫ് അലിയുടെ ശൈലി. അത് ചിലപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലാകാം, അല്ലെങ്കിൽ ലക്നൌവിലാകാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും. കേരളത്തിലെ പാവപ്പെട്ട പത്രപ്രവർത്തകർ ഇത്തരം കേസുകൾ ഭയന്ന് യൂസഫ് അലിയുടെ ചെയ്തികൾക്കെതിരെ ഒന്നും പറയാറില്ല. വല്ലപ്പോഴുമൊക്കെ ഗാന്ധി ഭവനിലോ മറ്റേതെങ്കിലുമൊക്കെ ഇടങ്ങളിലോ ഓടിയെത്തി സംഭാവനയായി 50 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഒക്കെ ചെക്കുകൾ കൈമാറുമ്പോൾ യൂസഫ് അലിയെ ചിലർ ദൈവത്തിൻ്റെ പ്രതിപുരുഷനെന്നും വാഴ്ത്തും. എന്നാൽ സ്വന്തം കിടപ്പാടം പോലും വിറ്റ് സംഭാവന നൽകി പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ ഒട്ടനവധിയുണ്ട് ഈ കേരളത്തിലെന്ന് നമ്മൾ ബോധപൂർവം മറന്നുപോകുന്നു. യൂസഫ് അലിയുടെ സമ്പാദ്യം കണ്ട് കണ്ണ് മഞ്ഞളിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ലുലു മാളിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇടത്തും വലത്തുമൊക്കെ അണിനിരക്കും. അവിടെ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ല. അവിടെ BJP എന്നോ CPM എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല. അവർ യൂസഫ് അലിക്ക് മുന്നിൽ ഒരുമിച്ച് നിൽക്കും. യൂസഫ് അലി അവരെ ചേർത്ത് പിടിക്കും. ഇത് കേരളത്തിൽ മാത്രമല്ല, ഗൾഫിലെ യൂസഫ് അലിയുടെ കോട്ടകുത്തളങ്ങളിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ കാത്തിരിക്കുന്നതും ഇത്തരം വലിയ സ്വീകരണങ്ങളാണ്. കേരളത്തിലെ നിരവധി പത്രപ്രവർത്തകർ അതിഥികളായി യൂസഫ് അലിയുടെ ഗൾഫ് കൊട്ടാരങ്ങളിലെത്തും. അവരെ കാത്തിരിക്കുന്നത് ഉപഹാരങ്ങളും ഷോപ്പിംഗ് കൂപ്പണുകളുമൊക്കെയാണ് എന്ന് നമുക്കറിയാം. കേരളത്തിൽ ലുലു മാളുകൾ നിറയട്ടെ, ഉത്സവപ്പറമ്പ് പോലെ അവയൊക്കെ ആഘോഷത്തിമിർപ്പിലാകട്ടെ. യൂസഫ് അലി എന്ന വടവൃക്ഷം ഇനിയും വളർന്ന് പന്തലിക്കട്ടെ. അതിലൊക്കെ നമുക്ക് അർമാദിക്കാം. എന്നാൽ യൂസഫ് അലിയെ പോലൊരാൾ ഇക്കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ ഒരു പ്രസംഗം, അത് നമ്മെ വേദനിപ്പിച്ചുവെന്ന് തുറന്നു പറയേണ്ടി വരും. കേരളം മുതിർന്ന പൗരന്മാരുടെ സ്വർഗമായി മാറരുത് എന്ന് യൂസഫ് അലി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണത്രേ ഈ യൂസഫ് അലി കോട്ടയത്ത് ഇപ്പോൾ ലുലു മാൾ തുടങ്ങിയത്. എന്തു വിരോധാഭാസമാണ് യൂസഫ് അലിയുടെ വാക്കുകൾ. ഏതെങ്കിലും ഒരു ചെറുപട്ടണത്തിൽ ലുലു മാൾ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രയെത്ര സാധാരണക്കാരായ കൊച്ചു കൊച്ചു കച്ചവടക്കാരുടെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നടിയുന്നത്. കച്ചവടമില്ലാതാകുന്ന സാധാരണക്കാർ അനവധിയാണ്. കൊച്ചി ഇടപ്പള്ളിയിലെ ലുലു മാൾ വന്നപ്പോൾ തൊട്ടടുത്തുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കെട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. സമാനാനുഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കച്ചവടക്കാർക്കും. ചെറുകിട ഇടത്തരം നാമമാത്ര കച്ചവടക്കാർ ഏറെയുണ്ട് കേരളത്തിൽ. 1ഉം 2ഉമല്ല, 10,000-കണക്കിന്, ഒരുപക്ഷെ ലക്ഷത്തിലേറെ എന്നൊക്കെ നമുക്കവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അവരിൽ പലരും ഇന്ന് കൊടിയ പട്ടിണിയിലാണ്. ഇത് ഓൺലൈൻ ഷോപ്പിംഗിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗുകൾക്ക് പ്രചാരമേറി. ഓൺലൈൻ വ്യാപാരം ശക്തിപ്പെട്ടപ്പോൾ സാധാരണ കച്ചവടക്കാർക്ക് അത് ഇരുട്ടടിയായി. എന്നാൽ അവരെ മുച്ചൂടും തകർക്കുകയാണ് ഇത്തരം ലുലു മാളുകൾ കേരളത്തിൽ ചെയ്യുന്നത്. വലിയ വലിയ മാളുകൾ എന്ന് പറയുന്നത് വലിയ വലിയ വികസന പദ്ധതികളല്ല എന്ന് കേരളം തിരിച്ചറിയുക. ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്. ബാങ്കിൽ നിന്ന് 1000-ഓ 2000-ഓ 5000-ഓ കോടി വായ്പയെടുത്ത് വലിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് ലുലു മാൾ സംരംഭങ്ങളിലൂടെ ഇവിടെ നടപ്പാക്കുന്നത്. വലിയ വാടക വാങ്ങിയാണ് ലുലു മാളിൽ കച്ചവടത്തിനായി മറ്റുള്ളവർക്ക് സ്പേസ് നൽകുന്നത്. ഇടപ്പള്ളി ലുലു മാളിലൊക്കെ കച്ചവടത്തിന് സ്പേസ് എടുത്ത് മുച്ചൂട് മുടിഞ്ഞവർ ഏറെയാണ്. യൂസഫ് അലിയെ സംബന്ധിച്ച് അതിലൊന്നും അദ്ദേഹത്തിന് നഷ്ടമൊന്നും വരില്ല. കാരണം വലിയ വാടക കിട്ടും. ഹൈപ്പർ മാർക്കറ്റുകൾ അദ്ദേഹം തന്നെ നടത്തുന്നു. ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ പലചരക്ക് കച്ചവടമാണ്. ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങാം. വൻതോതിൽ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് വലിയ വിലക്കുറവിൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ കഴിയും. ഹോൾസെയിൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഇത്തരം ഹൈപ്പർ മാർക്കറ്റുകൾ ലക്ഷ്യമിടുന്നത്.
അവർക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയും, ജനങ്ങൾക്ക് വിലക്കുറവിൽ വാങ്ങാൻ കഴിയുമെന്നതൊക്കെ പലപ്പോഴും മിഥ്യാധാരണ മാത്രമാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, കോട്ടയത്തെ ചെറുകിട ഇടത്തര കച്ചവടക്കാർക്ക് ഇതിരുട്ടടിയാകും. 10,000-കണക്കിന് കച്ചവടക്കാർ തെരുവിലേക്കിറങ്ങും. 2000-ലേറെ തൊഴിലവസരങ്ങൾ കോട്ടയത്തെ ലുലു മാളിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന മുദ്രാവാക്യമുയർത്തി വാസവന്മാർ അരങ്ങ് തകർക്കും. ഒരിക്കൽ വാൾമാർട്ടിനെതിരെ സമരം ചെയ്ത CPM-ന്റെ വക്താവാണ് ഈ വാസവൻ എന്ന് നമ്മൾ ഓർക്കുക. അതേ വാസവൻ ലുലു മാളിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തി ലുലു മാളിനെ പുകഴ്ത്തിപ്പാടുമ്പോൾ നമുക്കെന്ത് അഭിമാനം. കാലം മാറിയതനുസരിച്ച് കോലം മാറണമെന്നാണല്ലോ ചിലർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പുത്തൻ അനുഭവങ്ങൾ മലയാളികളും ആസ്വദിക്കട്ടെ. കൂടുതൽ കൂടുതൽ ലുലു മാളുകൾ ഇവിടെ നിറയട്ടെ. അങ്ങനെ നമുക്ക് തൽക്കാലം ആശ്വസിക്കാം. കച്ചവടക്കാരുടെ കണ്ണീരൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അതൊക്കെ കാലത്തിന്റെ അനിവാര്യതയെന്ന് പറഞ്ഞ് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. എന്നാൽ യൂസഫ് അലി കോട്ടയത്ത് നടത്തിയ പ്രസംഗങ്ങളിൽ ഏറെ വൈരുദ്ധ്യമുണ്ട്. ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുകയാണ്, കേരളത്തിൽ പുതിയ പദ്ധതികൾ വരണം, പഴയ നിയമങ്ങൾ മാറി പുതിയ നിയമങ്ങൾ വരണം, വാണിജ്യ പദ്ധതികൾ വരണം. നാടിനു വേണ്ടി ഒന്നും ചെയ്യാതെ പലതും നശിപ്പിക്കാനായി യൂട്യൂബർമാരിൽ ഒരു വിഭാഗം നടത്തുന്ന പ്രവൃത്തികളെ അദ്ദേഹം വിമർശിച്ചുവെന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. യൂട്യൂബർമാർ പലതും നശിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമ്മളെ ആട്ടിപ്പായിക്കാൻ ചില വ്ളോഗർമാരുണ്ട്. ഈ അസഹിഷ്ണുത തന്നെയാണ് ചോദ്യം ചെയ്യേണ്ടത്. എന്തിനാണ് യൂസഫ് അലി കേരളത്തിലെ വ്ളോഗർമാരെ, സ്വതന്ത്ര മനസ്സോടെ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരെ ഇത്ര മ്ലേച്ഛമായി ആക്ഷേപിക്കുന്നത്? നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതിനെ ജനാധിപത്യപരമായി കാണുന്നതിന് പകരം അവർക്കെതിരെ ആക്രോശങ്ങൾ മുഴക്കുന്നു, അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനൊക്കെ യൂസഫ് അലിയെ പോലുള്ളവർക്ക് കഴിയും. കാരണം കയ്യിൽ പണമുണ്ട്. കയ്യിൽ പണമുള്ളവന് എന്തും വില കൊടുത്തു വാങ്ങാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ വാക്കും പ്രവൃത്തിയും. ചെറുപ്പക്കാരെ വിദേശത്തേക്ക് ആട്ടിപ്പായിക്കുന്നുവെന്ന് വിലപിക്കുന്ന യൂസഫ് അലി എന്തുകൊണ്ട് കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് തുടക്കമിടുന്നില്ല? യൂസഫ് അലിയുടെ ഏതെങ്കിലുമൊക്കെ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് മിക്കതും ഗുജറാത്തും വടക്കേ ഇന്ത്യയും കേന്ദ്രീകരിച്ചാണ്. കേരളത്തിലെ തൊഴിലാളി ലഭ്യതയുടെ പേരിലാണ് ഇത്തരം നടപടിയെങ്കിൽ യൂസഫ് അലിക്ക് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ അവകാശമില്ല. കേരളത്തിൽ ഇൻഡസ്ട്രി യഥാർത്ഥത്തിൽ തുടങ്ങണമെങ്കിൽ അത് യൂസഫ് അലിയെ പോലുള്ളവർ തന്നെ മുൻകൈയെടുക്കണം. അതല്ലാതെ വെറും റിയൽ എസ്റ്റേറ്റ് മാത്രം മുന്നിൽ കണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഇത്തരം മാളുകൾ നിർമ്മിക്കുന്നത് കൊണ്ട് ഇവിടെ വികസനമോ വ്യവസായമോ കടന്നുവരില്ല. ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചാണ് നിങ്ങൾ 2000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. ജനങ്ങൾക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം എന്ന വാദം ശരിയാണ്. ഒരു മാളിലെത്തിയാൽ അവർക്ക് ചിലവഴിക്കാൻ നല്ല സമയങ്ങൾ കിട്ടും, നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. തിരുവനന്തപുരത്തെ ലുലു മാളിൽ പലപ്പോഴും ഞാനും പോകാറുണ്ട്. കേരളത്തിലെ യൂട്യൂബർമാരെ വിശ്വസിക്കാനും ചിലരുണ്ട്. അവരാരും ഈ നാടിനു വേണ്ടി ഒരു സംഭാവനയും ചെയ്യാതെ നാട്ടിലെ പലതും നശിപ്പിക്കാനാണ് നിൽക്കുന്നത്. എത്ര മ്ലേച്ഛമാണ് ഈ കമന്റ് യൂസഫ് അലിയുടേത്. യൂസഫ് അലി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ പ്രവാസി വ്യവസായി എന്ന നിലയിൽ ഒരുപാട് പണം സമ്പാദിച്ചപ്പോൾ കുറച്ചൊക്കെ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ ധനസഹായം ചെയ്തിരിക്കാം. എന്നാൽ അതിനേക്കാളേറെ പബ്ലിസിറ്റിക്കാണ് യൂസഫ് അലിയെ പോലുള്ളവർ ശ്രമിക്കുന്നത്. ഇടക്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത് എന്ന ദൈവത്തിൻ്റെ പ്രമാണമൊക്കെ നിങ്ങൾ മറക്കുന്നു. പകരം എല്ലാത്തിനെയും പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ളവർ ഇത്തരം വിളയച്ചമായ വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങളെ വിമർശിക്കാൻ കേരളത്തിലെ യൂട്യൂബർമാർക്ക്, വ്ളോഗർമാർക്ക് അവകാശമുണ്ട്. മറ്റു മാധ്യമങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കും. കാരണം കോട്ടയത്തെ വലിയ വിശേഷങ്ങൾ നിരത്തുന്ന മാധ്യമ ഭീമന്മാർക്ക് നിലനിൽപ്പിന് പരസ്യം വേണം. യൂസഫ് അലിയും ലുലുവുമൊക്കെയാണ് അവർക്ക് അന്നം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ലുലുവിനെയോ യൂസഫ് അലിയെയോ വിമർശിക്കാൻ അവർക്കൊന്നും നട്ടെല്ലുണ്ടാകില്ല. കോട്ടയം ലുലു മാൾ ഉദ്ഘാടനം ചെയ്ത് VN വാസവൻ പ്രസംഗിച്ചത് നമ്മെ കോരിത്തെരിപ്പിച്ചു കളയും. യൂസഫ് അലിയുടെ മനസ്സിന്റെ നന്മയാണ് ലുലുവിന്റെ വളർച്ചയുടെ കരുത്തെന്ന് മലയാള മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു കോട്ടയത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നു. അതൊക്കെ മാമൻ മാത്യുവിന്റെ വീക്ഷണം. യൂസഫ് അലിക്ക് നന്മയുള്ള മനസ്സില്ല എന്നാരും പറയുന്നില്ല. പക്ഷേ കച്ചവടക്കാരൻ്റെ മനസ്സ് അത് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. യൂസഫ് അലി മിടുക്കനാണ്, കച്ചവടത്തിൽ അഗ്രഗണ്യനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം പടുത്തുയർത്തിയ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ തന്നെയാണ് യൂസഫ് അലി, അതിൽ സംശയമില്ല. അക്കാര്യത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ യൂസഫ് അലിയെ നമ്മൾ അഭിനന്ദിക്കണം, ആദരിക്കണം. ഒരു റിയൽ എസ്റ്റേറ്റ് ഭീമൻ എന്ന നിലയിൽ മാത്രമേ കേരളത്തിലെ യൂസഫ് അലിയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാനാകൂ എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് വ്യവസായ ലോകത്ത് യൂസഫ് അലി എന്ത് സംഭാവന ചെയ്തു എന്ന ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്.
ഇവിടെ ഏത് ഇൻഡസ്ട്രിയാണ് യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടത്? തിരുവനന്തപുരത്തും കോഴിക്കോടും തൃശ്ശൂരും കോട്ടയത്തുമൊക്കെ ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളും ഓഡിറ്റോറിയങ്ങളുമൊക്കെ ഉണ്ട് എന്നത് വാസ്തവമാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭം എന്നതിനപ്പുറം ഇതിനെന്ത് വികസന സംഭാവനയാണ് കേരളത്തിൽ നൽകാൻ കഴിയുന്നത്? നിങ്ങൾ 2000 പേർക്ക് തൊഴിൽ നൽകുമ്പോൾ എത്രയോ 10 മടങ്ങ് ജനങ്ങളാണ് പട്ടിണിയിലാകുന്നത്, പ്രത്യേകിച്ച് കച്ചവടക്കാർ. സാധാരണ കച്ചവടക്കാരുടെ വയറ്റത്തടിച്ചു തന്നെയാണ് ഇത്തരം ആളുകൾ വളരുന്നത് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്ന ഉവ്വേ എന്ന കോട്ടയംകാരുടെ ചോദ്യമൊക്കെ ഉയർത്തിയാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ. ഓ എന്നാ പറയാനാ എന്ന് പറയുന്ന കോട്ടയം ശൈലി. ഞങ്ങൾ മാള് കണ്ടു, നിങ്ങൾ പോകുന്നില്ലേ എന്ന് ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നുവെന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നു. ജനങ്ങൾ മാള് കാണട്ടെ, അവർ യൂസഫ് അലിക്കും മറ്റ് മാളിലെ കച്ചവടക്കാർക്കുമൊക്കെ ലാഭമുണ്ടാക്കി കൊടുക്കട്ടെ. ആ മാൾ ഇങ്ങനെ ഓരോ ദിനം തോറും വളരട്ടെ. എന്നാൽ ഓരോ പട്ടണങ്ങളും കടന്ന് പുതുപട്ടണങ്ങളിലേക്ക് ലുലു മാളിനെ പോലെയുള്ള സംരംഭങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ചെറുകിട നാമമാത്ര കച്ചവടക്കാർ അപ്രത്യക്ഷരാകും എന്ന സത്യം നമ്മൾ കാണാതെ പോകരുത്. അവരെ പുനരുജ്ജീവിപ്പിക്കാനും അവരെ പുനരുദ്ധരിക്കാനും ഇവിടെ ഭരണകൂടത്തിന് കടമയുണ്ട്. യൂസഫ് അലിയെ ചേർത്ത് പിടിച്ച് കേരളത്തിൻ്റെ സ്വന്തം പുത്രൻ എന്ന് പറയുന്ന പിണറായി വിജയൻ കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കമിടാൻ വന്ന വലിയ ജനനായകനായി വാഴ്ത്തുമ്പോൾ ഒരൊറ്റ കാര്യം ഓർക്കുക. യൂസഫ് അലിയെ പോലുള്ളവരുടെ ലുലു മാളുകൾ കേരളത്തിലെ ഓരോ പട്ടണങ്ങളിലും നിറയുമ്പോൾ ഇവിടെ കണ്ണീരിലാഴുന്ന ചെറുകിട നാമമാത്ര കച്ചവടക്കാരെ പുനരുജ്ജീവിപ്പിക്കാനും പുനരുദ്ധരിക്കാനുമുള്ള ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനുണ്ട്. കാലം മാറുമ്പോൾ അവരൊക്കെ ലുലുവിൽ തൊഴിലാളികളാകട്ടെ എന്ന മനസ്ഥിതി തന്നെയാവും പലർക്കും. എന്നാൽ പണ്ട് മുതലേ കച്ചവടമൊക്കെ നടത്തി അതിൽ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. എത്ര പട്ടിണിയിലകപ്പെട്ടാലും അവരൊന്നും പെട്ടെന്ന് കച്ചവടം നിർത്തില്ല. ബാങ്കുകൾ ഒരുപക്ഷെ ജപ്തിക്ക് വരുമ്പോൾ മാത്രമാണ് അവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുന്നത്. ഒരു മുഴം കയറിൽ അവരങ്ങ് അവസാനിപ്പിക്കും, അത്രയേ ഉള്ളൂ. എത്രയെത്ര അനുഭവങ്ങളാണ് കച്ചവടക്കാരുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ നമ്മൾ കാണുന്നത്. നാട്ടിൽ ഇതുപോലൊരു സംരംഭം വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായും ഇത്തരം സംരംഭങ്ങൾ കടന്നു വരണം. ഇത് മാറുന്ന ലോകത്തിൻ്റെ പുതിയ കാഴ്ചകൾ തന്നെയാണ്. ആ സംരംഭങ്ങൾ കടന്നു വരുമ്പോൾ പഴയതിനെ നമ്മൾ കാണാതെ പോകരുത്. അവരെ എങ്ങനെ പുതിയ സംവിധാനങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം എന്ന് കൂടുതൽ ആലോചിക്കണം. യൂസഫ് അലിയെ പോലുള്ളവർ ഒടുക്കത്തെ തള്ളുതള്ളുമ്പോൾ മാത്രമാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ വ്ളോഗർമാരെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് പറയുന്ന ഇത്തരം മ്ലേച്ഛ ഭാഷകൾ കേൾക്കുമ്പോൾ. ലുലു മധ്യ കേരളത്തിന്റെ ഗ്ലോബൽ ഷോപ്പിംഗ് ഹബ്ബായി മാറിയിരിക്കുകയാണ് എന്ന് VN വാസവൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ വികസനത്തിൽ MA യൂസഫ് അലി വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്നും തന്റെ പ്രസംഗത്തിൽ വാസവൻ എടുത്തു പറഞ്ഞു. അക്കാര്യമാണ് നമുക്കത്രയങ്ങ് ദഹിക്കാത്തത്. 350 കോടി രൂപയുടെ നിക്ഷേപത്തിൽ 3,22,000 സ്ക്വയർ ഫീറ്റാണ് കോട്ടയം ലുലു മാൾ. 1.4 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ് മിനി മാളിന്റെ ഹൈലൈറ്റ്. ഗ്രോസറി മുതൽ ഫാഷൻ തുണിത്തരങ്ങൾ തുടങ്ങി ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസുകൾ വരെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുമെന്നാണ് ലുലു മാൾ പറയുന്നത്. തിരുവനന്തപുരം, കൊച്ചി ലുലു മാളുകളുടെ ഒരു മിനി പതിപ്പ്. ആഗോള നിലവാരത്തിലാണ് കോട്ടയം ലുലു മാളും ഇപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫുഡ് കോർട്ട്, ഇൻഡോർ ഗെയിമിംഗ് സോൺ, മികച്ച പാർക്കിംഗ്, ബ്രാൻഡഡ് ഷോറൂമുകൾ, എല്ലാം കൊണ്ടും സംഗതി ജോറാണ്. 500 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഫുഡ് കോർട്ടും മിനി മാളുമുണ്ട് ഈ ലുലു മാളിൽ. ചിക്കിങ്, മക്ഡൊണാൾഡ്സ്, KFC, കോസ്റ്റ കോഫി തുടങ്ങിയ ആഗോള ബ്രാൻഡുകളൊക്കെ അങ്ങനെ കോട്ടയത്തുകാരുടെ പ്രിയപ്പെട്ടതാകുന്നു. സംഗതിയൊക്കെ കൊള്ളാം. വികസിത രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ്, കാനഡ തുടങ്ങിയ മേഖലകളിലൊക്കെ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. വാൾമാർട്ട് തുടങ്ങിയ ഭീമന്മാരുടെ കടന്നുവരവ്. അവർ ചെറുകിട വ്യവസായങ്ങൾ അത്രയും അപഹരിച്ചു. ഇപ്പോൾ ഒന്നുകിൽ വമ്പൻ ബിസിനസ് സംരംഭങ്ങൾ, അതല്ലെങ്കിൽ ഓരോ കോർണർ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ. സാധാരണ പ്രിയപ്പെട്ടവരുടെ ഇടങ്ങളായിരുന്ന ചെറുകിട ഇടത്തരം കച്ചവട സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ പൂട്ടിക്കെട്ടും. ലുലു മാളിനപ്പുറം ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. ഒപ്പം യൂസഫ് അലിയുടെ വാക്കുകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.